ക്രിസ്തീയത ഒരു ആത്മീയ വിഷയം മാത്രമാക്കി നിർത്തിയിരിക്കുക. ചർച്ചിൽ വരുമ്പോൾ ആത്മാവിൽ ഭയങ്കര പ്രാർത്ഥന, പക്ഷെ ബാക്കി സമയമെല്ലാം ചിന്തകളിലും ശരീരത്തിലും വിശുദ്ധി സൂക്ഷിക്കുന്നതേയില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുക, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ, സാങ്ക്ടിഫിക്കേഷൻ. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. നിങ്ങൾ സകലവിധ ലൈംഗിക ദുർനടപ്പിൽ നിന്നും മാറി നിൽക്കണം. ഹല്ലേലൂയ. എന്നിട്ട് 4-ാം വചനം പറയുക, നിങ്ങളിൽ ഓരോരുത്തനും വിശുദ്ധിയിലും ബഹുമാനത്തിലും അവനവൻ്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ അറിയുന്നവനായിരിക്കണം. നമ്മളുടെ ഈ ശരീരത്തെ വിശുദ്ധിയിലും ബഹുമാനത്തിലും സൂക്ഷിക്കണം. ഒന്ന് പറയാമോ? നമ്മളുടെ ശരീരത്തെ വിശുദ്ധിയിലും ബഹുമാനത്തിലും സൂക്ഷിക്കണം. സ്തോത്രം. അടുത്ത വചനം, ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിൽ ആയിരിക്കരുത്. ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത വ്യക്തികളെയാണ് ഈ ജാതികൾ എന്ന് പറയുന്നത്. അത് ഒരു മതത്തെ അപേക്ഷിച്ചല്ല പറയുന്നത്. മതമൊന്നും ഇവിടെ വിഷയമല്ല. ക്രിസ്തീയ മതം എന്ന് പേരുള്ള അനേകം മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ക്രിസ്ത്യാനി എന്ന് പറയുവാൻ സാധ്യമല്ല. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിൻ്റെ ഒരു ലെവലേശം ഒരു എന്താ പറയുക, ഒരു നമ്മളിങ്ങനെ പറയില്ലേ, ഒരു ലക്ഷണം പോലും ഇല്ല. എന്തെങ്കിലും ഒരു ലക്ഷണം വേണ്ടേ? അവരെയാണ് ഈ ജാതികൾ എന്ന് പറയുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഒരു മതത്തെക്കുറിച്ചും അല്ല ഇവിടെ പറയുന്നത്. മതമല്ല വിഷയം. ക്രിസ്തീയ മതം എന്ന് പേര് കേട്ട പല മതങ്ങളിലും അനേകം ജാതികളുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും ബഹുമാനത്തിലും സൂക്ഷിക്കാത്ത ജാതികളെ പോലെ കാമവികാരത്തിൽ നടക്കുന്നവർ. അപ്പോൾ ജാതികളെ പോലെ, യേശുവിനെ അറിയാത്തവരെ പോലെ, വിശ്വാസികളല്ലാത്തവരെ പോലെ, യേശുവിൽ വീണ്ടും ജനിക്കാത്ത ദൈവമക്കൾ അല്ലാത്തവരെ പോലെ, മതം ഏതാന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. പേര് കേട്ട വലിയ മതങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഒന്നും മതമല്ല നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നത്, ഒരു വ്യക്തിയാ നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നത്. അവന്റെ പേര് യേശു ക്രിസ്തു എന്ന. അവന് ഒരു മതത്തിനും ഇങ്ങനെ തീരെഴുതി വെച്ച ദൈവമല്ല. ഹല്ലേലൂയ. അവൻ മനുഷ്യരായി പിറന്ന എല്ലാവരുടെയും ജീവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവിടെ പറയുക, നിങ്ങൾ ജാതികളെ പോലെ കാമവികാരത്തിൽ അടിമപ്പെട്ട് ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കുകയോ, യേശുവിനെ അറിയാത്ത, വിശ്വാസത്തിൽ വരാത്ത ആളുകളുടെ ബഹുഭൂരിഭാഗം ആളുകളും ജീവിക്കുന്ന രീതിയാണ് ഈ പറയുന്നത്. കാമവികാരത്തിൽ, പലതരം മ്ലേച്ഛ ചിന്തകളിൽ. സ്തോത്രം. മ്ലേച്ഛ ചിന്തകൾ മാത്രമല്ല, മ്ലേച്ഛ പ്രവൃത്തികളിൽ, ലൈംഗിക ദുർനടപ്പിൽ, അത് വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തായി ജീവിക്കുന്നത് നമ്മൾ. അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. ഹല്ലേലൂയ. പലതരം പേരുകളാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഒരു ഔട്ട്സൈഡ് മാരേജ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുൻപും ശേഷവും. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പും ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ പറയുന്നത് സാധാരണ ഫ്രണ്ട്സിൻ്റെ അവർ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല. അതിന് പുറത്തുള്ള ഒരു റിലേഷൻഷിപ്പും, ലസ്റ്റ് കൊണ്ടുവരുന്ന, കാമം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ ചിന്തകൾ കൊണ്ടുവരുന്ന, ഇനി അത് വേണ്ട, ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്ന, സമയം കളയുന്ന, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒരു ബന്ധവും ദൈവത്തിൻ്റെ ഹിതമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. വിശുദ്ധിയോടെ നിന്റെ ശരീരത്തെ, ബഹുമാനത്തോടെ നിന്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ അറിയുന്നവനായിരിക്കണം ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അവനൊരു സഭയിൽ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ നടപ്പിൽ ഒരു നിർമ്മലത വേണം. അവൻ കാമവികാരത്തിൽ അടിമപ്പെട്ട് പോകുന്ന വ്യക്തിയാകരുത്. ഇന്ന് മാനസാന്തരപ്പെടാനാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. നീ മാനസാന്തരത്തോടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കണം. എനിക്ക് നിർമ്മലതയോടെ സഹോദരിമാരെ പോലെ കാണാൻ കഴിയണം. കർത്താവ് എന്നെ സഹായിക്കണം.
ഹല്ലേലൂയ. എനിക്ക് അമ്മമാരെ പോലെ അവരെ കാണണം, എനിക്ക് സഹോദരിമാരെ പോലെ കാണണം. ഹല്ലേലൂയ, സ്തോത്രം. അത് ദൈവത്തിന് പ്രസാദകരമത്രേ. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം നീ ശ്രദ്ധിക്കേണ്ട കാര്യം നിന്റെ ശരീരത്തെ, നിന്റെ ചിന്തകളെ. ശരീരത്തിൽ ചിന്തകളും പെടും. യേശു കർത്താവ് പറഞ്ഞു, ഒരുവൻ ചിന്തകളിൽ തെറ്റിപ്പോയാൽ അവനത് ചെയ്തതുപോലെയാണ്. വ്യഭിചാരത്തിന്റെ ചിന്ത നിന്റെ ഉള്ളത്തിൽ വന്നാൽ അത് ചെയ്തതിന് തുല്യമാണ്. കാരണം നീ നിന്റെ ആത്മാവിനെ നശിപ്പിക്കുകയാണ്. ചിന്തകൾ വഴി തെറ്റുപറ്റുന്നവർ. സ്തോത്രം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. നിന്റെ കണ്ണ് നിനക്ക് തെറ്റിന് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. കാരണം രണ്ട് കണ്ണുള്ളവനായി നിത്യ നരകത്തിൽ പോകുന്നതിലും നല്ലത് ഒറ്റക്കണ്ണനായി ഭൂമിയിൽ ജീവിച്ച് നിത്യജീവിതത്തിലേക്ക് കിടക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഗൗരവമുള്ള വിഷയം. യേശു കർത്താവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. നിങ്ങളുടെ ചിന്തകളിൽ വിശുദ്ധി വേണം. നിങ്ങളുടെ ഇടപാടുകളിൽ, വ്യക്തികളുമായുള്ള റിലേഷൻഷിപ്സ് നിർമ്മലമായിരിക്കണം. സ്തോത്രം. അതിൽ തെറ്റായ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. സ്തോത്രം. കല്യാണത്തിന് മുൻപ് യൂത്തിനോട് മാത്രമല്ല, യൂത്തും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും തെറ്റായൊരു ബന്ധത്തിലേക്ക് കടന്നു പോകുവാൻ അനുവദിക്കരുത്. നിങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. കർത്താവിനെ അറിയാത്തവർ തോന്നിയതുപോലെയൊക്കെ റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കും. അത് അവസാന കാലങ്ങളിൽ വർദ്ധിച്ചു വരും. അതുപോലെ നിങ്ങളാകരുത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും ബഹുമാനത്തിലും സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. നിങ്ങൾ സകലവിധ ലൈംഗിക ദുർനടപ്പിൽ നിന്നും അകന്നിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്. നമുക്ക് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് കൂടെ വരാം. 6-ാം അധ്യായത്തിന്റെ 9-ാം വചനം മുതൽ വായിക്കാം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പേൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സ്തോത്രം. അനീതി ചെയ്യുന്നവർ, 9-ാം വചനം ഞാൻ ഒന്നും കൂടെ വായിക്കുക. അനീതി ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. നമ്മളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ചിലർ ഇതുപോലെയാണ്. ഇതൊക്കെ അറിയാം, എന്നാലും സ്വയം വഞ്ചിക്കുക. ഇതൊക്കെ അറിയാം എന്നിട്ടും വഞ്ചിക്കുക. വഞ്ചിക്കാതിരിക്കുവിൻ. ലൈംഗിക ദുർനടപ്പുകാർ, വിഗ്രഹ ആരാധകർ, വ്യഭിചാരികൾ, പുരുഷകാമികൾ, സ്വവർഗ സംഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, പരദൂഷണക്കാർ, കവർച്ചക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. എല്ലാവരുടെയും പ്രൈസ് ലോർഡും ഹല്ലേലൂയ ഒക്കെ കുറഞ്ഞു. ഹല്ലേലൂയ. ഇനി അതിലൊന്നും സംശയമേ വേണ്ട. സ്വയം വഞ്ചിച്ച് ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല, ഒരു സംശയവും വേണ്ട. ആദ്യത്തെ ഏതായിരുന്നു? ലൈംഗിക ദുർനടപ്പുകാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർണിക്കേഷൻ. വിവാഹത്തിന് മുൻപ് എന്ന് സൂചനയുണ്ട്. വിവാഹത്തിന് ശേഷമാണെങ്കിൽ അതിനെ വ്യഭിചാരം എന്നാണ് പറയുന്നത്, അഡൾട്ടറി. വിവാഹത്തിന് മുൻപ് ലൈംഗിക തെറ്റുകൾ, പോൺ കാണുന്നത്, തെറ്റായത് കാണുന്നത്, അശ്ലീലം കാണുന്നത് ലൈംഗിക ദുർനടപ്പാണ്. നിന്റെ മനസ്സ് മുഴുവൻ മലിനതയാണ്. ഹല്ലേലൂയ. തെറ്റായത് കാണുന്നത്, തെറ്റായത് ചിന്തിക്കുന്നത്, വിവാഹത്തിന് മുൻപുള്ള തെറ്റായ ബന്ധങ്ങൾ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയാത്തൊരു കുഴപ്പമില്ല. സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പും അതിൽ വേറൊരു ടേസ്റ്റ് വരുന്നതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. സ്തോത്രം. അങ്ങനെയുള്ള റിലേഷൻഷിപ്സ്
അതെല്ലാം ഫോർണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരികയാണ്. കാരണം നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി രണ്ടാം വരവിന് വേണ്ടി ഒരുക്കുന്നത് പോലെ നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ വിവാഹത്തിന് വേണ്ടി നീ ഒരുക്കി നിർത്തേണ്ടതാണ്. ഹല്ലേലൂയ. അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർ ആ വിവാഹത്തിന് വേണ്ടി നിർമ്മലതയോടെ സ്വന്തം ശരീരത്തെ, ചിന്തകളെ ഒരുക്കത്തോടെ നിൽക്കണം. അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും യേശു എന്ന മണവാളന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്നത് പോലെ തന്നെ ഒരു കന്യകയോ ഒരു പുരുഷനോ വിവാഹത്തിന് മുൻപ് വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് വേണ്ടി സ്വയം ഒരുക്കത്തോടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിച്ച് സമർപ്പിക്കാനുള്ളതാണ്. അവൻ്റെ ചിന്തകളിലും വാക്കുകളിലും തെറ്റായത് കടന്നു വരാതിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനത്തെ വിഷയങ്ങളിൽ നിങ്ങൾ ഗൗരവത്തോടെ മാറി നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ലൈംഗിക ദുർനടപ്പുകാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സ്തോത്രം. നിങ്ങൾ അതിലെല്ലാം ചെല്ലുമ്പോൾ ദൈവ ഭയമുണ്ടെങ്കിൽ ആലോചിക്കണം. തൊണ്ട കീറിയിട്ട് ഒരുത്തൻ വിളിച്ച് പറഞ്ഞു, അത് നിങ്ങളുടെ ഉള്ളത്തിൽ വേണം. അതിലെല്ലാം പോകുമ്പോൾ നിങ്ങൾ ദൈവ ഭയത്തോടെ ഓർക്കണം, ദൈവരാജ്യം നിങ്ങൾ അവകാശമാക്കുകയില്ല. യേശു കർത്താവ് വീണ്ടും വന്ന് നിത്യജീവൻ, നിത്യരാജ്യം സ്ഥാപിക്കുവാൻ പോവുകയാണ്. ആ നിത്യജീവനിൽ, ആ നിത്യ രാജ്യത്തിൽ നിങ്ങൾക്ക് അവകാശം ലഭിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് വിഗ്രഹാരാധികൾ. സ്തോത്രം. അടുത്തത് വിഗ്രഹാരാധികൾ. അത് ഇന്ന മതമെന്നൊന്നുമില്ല. എല്ലാ മതവും, പേരുകേട്ട ക്രിസ്തീയ മതങ്ങളിൽ പോലും യേശു കർത്താവ് വചനം പറയുന്നു, നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കി തൊട്ടുമുത്തരുതെന്നല്ല പറഞ്ഞിട്ടുള്ളത്. വിഗ്രഹം ഉണ്ടാക്കുവാൻ തന്നെ പാടില്ല. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സമുദ്രത്തിലുള്ളതോ ആയ യാതൊന്നിന്റെയും വിഗ്രഹം നിങ്ങൾ ഉണ്ടാക്കുക പോലും ചെയ്യരുത്. പുതിയ നിയമത്തിൽ പറയുക, ദേവാലയങ്ങൾക്ക് വിഗ്രഹങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത്? ഹല്ലേലൂയ. ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. വിഗ്രഹങ്ങളുമായി ഒരു ബന്ധവും നിങ്ങൾക്ക് പാടുകയില്ല. അത് ഉണ്ടാക്കുവാൻ തന്നെ പാടില്ല. പിന്നെയാണ് തൊട്ടുമുത്തുന്നതും അടുത്ത് നിന്ന് നിൽക്കുന്നതും. അത് മതവുമായി ബന്ധമൊന്നുമില്ല. ഏത് മതമാണെങ്കിലും, ഇവിടെയുള്ള പല ക്രിസ്തീയ പേര് പറഞ്ഞ മതങ്ങളിൽ വിഗ്രഹങ്ങളുണ്ട്. അത് ദൈവത്തിന് ഇറ്റ്സ് ആൻ അബോമിനേഷൻ. ദൈവം വെറുക്കുന്ന കാര്യമാണ്. കാരണം ദൈവം ആത്മാവാണ്. അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ നിന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. കണ്ണ് തുറന്നുകൊണ്ടല്ല നീ ദൈവത്തെ കാണുന്നത്. ഈ കണ്ണുകൊണ്ടല്ല നീ ദൈവത്തെ കാണുന്നത്. നിന്റെ ആത്മാവിൽ നിന്ന് നീ ദൈവത്തെ ആരാധിക്കേണ്ടതിന് നീ വിഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നിന്റെ കണ്ണുകൾ വിഗ്രഹത്തിൽ കുടുങ്ങിപ്പോകരുത്. മനുഷ്യ നിർമ്മിതമായ വിഗ്രഹങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ദൈവം നിന്റെ ഹൃദയത്തിലാ വസിക്കുന്നത്.